ഫുട്ബോൾ പരിശീലകനും മുൻ താരവുമായ എബിൻ റോസ് ചേരുകയാണ് നമ്മോടൊപ്പം. എബിൻ റോസ്, എന്തായാലും ന്യൂസ് മലയാളത്തിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ ചർച്ചയാകുന്നത് സത്യത്തിൽ ഇന്നത്തെ വിജയം വലിയ തരത്തിൽ അർജന്റീന ആരാധകരെ സംബന്ധിച്ച് ആഘോഷിക്കേണ്ട ദിവസമാണ്. പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ച അത് ഫിഫ റഫറിംഗ് സംബന്ധിച്ചാണ്. ഈ മത്സരം അത് അർജന്റീനയ്ക്ക് അർഹിക്കാത്ത വിജയം സമ്മാനിച്ചു എന്ന തരത്തിലാണ് വലിയ തരത്തിൽ വിമർശനങ്ങളുള്ളത്, ചർച്ചകളുള്ളത്. താങ്കൾ എന്താണ് ഇന്നലെ മത്സരം കണ്ടതിന് ശേഷം താങ്കളുടെ ചില പ്രതികരണങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണാം. ആ രീതിയിൽ നോക്കുമ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ ഉടനീളം പരിശോധിക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? റഫറിംഗിലെ പിഴവുകളെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഐതിഹാസികമായ ഒരു വിജയം, അർജന്റീനയുടെ വിജയം നമുക്ക് അങ്ങനെ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. കാര്യം വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു അത്ഭുതം. കാരണം 80 മിനിറ്റിനപ്പുറം 2 ഗോളിൽ തോറ്റു നിൽക്കുക, എതിർ ടീമിന്റെ ഗോൾ കീപ്പർ അപാരമായ സേവുകളിലൂടെ ആ ടീമിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ 3 ഗോൾ തിരിച്ചടിക്കുക എന്നുള്ളതിന് നമുക്ക് വാക്കുകളില്ല വിവരിക്കാൻ. കാരണം ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഒരു അർജന്റീന ആരാധകനായിട്ടല്ല. കാരണം അതൊരു ഗെയിമിൽ വല്ലപ്പോഴും ഒക്കെ സംഭവിക്കുന്ന അത്ഭുതം. അതായത് തോൽവിയിൽ നിന്നും ഒരു ടീം എങ്ങനെ തിരിച്ചു വരുന്നു എന്നുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ചരിത്രത്തിന്റെ ഭാഗമാണ് ഈ വിജയം. പിന്നെ വിവാദങ്ങളെ കുറിച്ച് നമുക്ക് പലപ്പോഴും അറിയാം, സമീപകാലത്ത് അർജന്റീനയും മെസ്സിയും മുന്നോട്ട് വരുന്തോറും ഒരു കൂട്ടം ആൾക്കാർ അതിന്റെ ഒരു അപഖ്യാതി നടത്തും. നമുക്ക് എപ്പോഴും അറിയാം, ഏറ്റവും മികച്ച ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ വിമർശനം വരുന്നത്. അതുകൊണ്ട് ആ വിമർശനം കാര്യമാക്കേണ്ട കാര്യമില്ല. മറ്റൊന്ന് നമുക്കറിയാം, പലപ്പോഴും നിയമങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത ആൾക്കാരാണ്. നമുക്ക് മൂന്നാമത്തെ ഗോൾ അടിക്കുന്നതിനെ കുറിച്ചുള്ള വിവാദം പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ആ ബോള് സാലേന്ന് വിൻ ചെയ്തുകൊണ്ട് ആ ബോള് നഷ്ടപ്പെട്ടതിന് ശേഷം ആ ഒരു നിരാശയിലാണ്, അല്ലെങ്കിൽ ഒരു ചാൻസസ് ഒരു ഫുട്ബോൾ പ്ലെയർ അദ്ദേഹത്തിന്റെ ടീമിന് വേണ്ടി ചെയ്യുന്ന ഒരു അഭിനയം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രൊഫഷണൽ സ്റ്റൈലിലൊരു ഫൗള് നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ ബോള് മറുവശത്ത് ഗോളാവുകയാണ്. ആ ഗോളാണ് അവരെ കൂടുതൽ വേദനിപ്പിച്ചത്. കൂടാതെ ഈജിപ്ത് ഒരു ഐതിഹാസികമായ വിജയത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചെറിയ ടീം വലിയ ടീമിനെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു എക്സൈറ്റ്മെന്റിൽ നിന്നും തോൽവിയിലേക്ക് പോയോണ്ട് ഒരു മാനസിക ആഘാതത്തിൽ നിന്നും ഉണ്ടായ വെറും ഒരു ഫ്രസ്ട്രേഷനിലാണ് ഈ സംസാരങ്ങളും ഈ ഒരു പ്രവൃത്തി ഉണ്ടായതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അർജന്റീന അർഹിച്ച ജയമാണ്. ആ ഗെയിമിൽ മൊത്തം നമുക്ക് വാച്ച് ചെയ്താൽ തീർച്ചയായിട്ടും പറയാം, അർജന്റീന അർഹിച്ച ഒരു വിജയം തന്നെയാണ്. തീർച്ചയായും വിൻഡോസെ, 79-ാം മിനിറ്റിന് ശേഷം നടന്ന ആ മത്സരത്തിലെ ഒരു 13 മിനിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായും ഈ പറഞ്ഞതുപോലെ അർജന്റീനയുടെ അസാധ്യമായ ഒരു കംബാക്ക് ആണെന്ന കാര്യത്തിൽ സംശയം. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം, ഈ വാർ തീരുമാനിക്കുന്ന കാര്യത്തിൽ അത് ഏത് ഒരു ഫൗൾ ആ രീതിയിലൊന്ന് പരിശോധിക്കണമെന്ന കാര്യത്തിലൊക്കെ തീർച്ചയായും തന്നെ അതിലൊരു പ്രശ്നമുണ്ട്. ഒരു തുല്യമായ ഒരു നീതി ഉണ്ടാക്കിയില്ല എന്ന കാര്യത്തിൽ ഉള്ള വിമർശനമാണ് ഒരു ഭാഗത്തുള്ളത്. കാരണം പല ഫൗളിലും ചില കാര്യങ്ങളിൽ ഈജിപ്ത് താരങ്ങൾ ഇതൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പറയും നീതി കൃത്യമായി നടപ്പാക്കി മാത്രം പോരാ, എല്ലാവർക്കും അത് നടപ്പാകുന്നുണ്ട് എന്ന് തോന്നിക്കുക കൂടി വേണം എന്നത് കൂടി ആലോചിക്കുന്നുണ്ടോ? ആ രീതിയിൽ ഫിഫ കുറച്ചുകൂടി ഈ കാര്യത്തിൽ ഒരു ചിന്ത ഉണ്ടാകണം എന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് തോന്നുന്നത് പലപ്പോഴും ആൾക്കാർക്ക് നിയമത്തിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ല. കാര്യം ഒരു വാർ എന്ന് പറയുന്നത് നമ്മള് റഫറിക്ക് അത് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ റഫറി ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് പൂർണ്ണമായ ബോധ്യമുണ്ട് അതൊരു ഫൗൾ അല്ല എന്നുള്ളത്. രണ്ടാമത്തത് അദ്ദേഹത്തിന് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ചെക്ക് ചെയ്താൽ മതി. മൂന്നാമത്തത് ബോള് ഡെഡ് ആവണം. ആ അറ്റാക്ക് ഫിനിഷ് ആയതിനു ശേഷം മാത്രം, അത് ഡെഡ് ആയതിനു ശേഷം ബോള് ഒന്നുകിൽ ഔട്ട് പോവുകയോ ഗോൾ പോവുകയോ അല്ലെങ്കിൽ ത്രോ പോവുകയോ ചെയ്തതിനു ശേഷം മാത്രമേ വാർ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് ആ ഗെയിമിന്റെ റിതത്തിനെ ഒരിക്കലും മുറിക്കരുത്, ആ മൂവ്മെന്റ് മുറിക്കരുതെന്നുള്ള കൃത്യമായ അല്ലെങ്കിൽ ആ കളിയുടെ രസം പോവും. അതുകൊണ്ട് മാത്രം കൃത്യമായിട്ട് വാറിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. റഫറിയുടെ കൺമുമ്പിൽ അദ്ദേഹം കണ്ടിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് വാറിന് പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് കണ്ട് ബോധ്യമായ കാര്യത്തിന് എന്തിനാണ് വാറിന് പോകേണ്ടത്? അപ്പൊ നമ്മൾ പറഞ്ഞാൽ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്ന കളി കൂടുതൽ ബോറാവുകയും ടൈം വേസ്റ്റ് ആവുകയും ചെയ്യും. അങ്ങനെ ആൾക്കാരെ ബോധിപ്പിച്ചിട്ട് പോകാനുള്ള കളി അല്ലല്ലോ. ലോകം മൊത്തം ആരാധിക്കുന്ന, ആഹ്ലാദിക്കുന്ന, സന്തോഷിക്കുന്ന, നമ്മൾ ഏതൊക്കെ എഴുതെടുത്തു കഴിഞ്ഞാലും ഫുട്ബോളിനോളം ലോകം ആഘോഷിക്കുന്ന, ജനങ്ങൾ സന്തോഷിക്കുന്ന മറ്റൊരു ഗെയിമില്ല. ആ ഗെയിമിന്റെ റിതത്തിനെ കളഞ്ഞുകൊണ്ട് റഫറി എടുത്ത തീരുമാനം കൃത്യവും വ്യക്തവുമാണെന്ന് നമുക്ക് ആ റീപ്ലേ കണ്ടാൽ തീർച്ചയായിട്ടും ബോധ്യമാവും. എബിൻ റോസ്, അതോടൊപ്പം തന്നെ ഇത് ഒരു മത്സരത്തിലെ കാര്യം മാത്രമല്ല. ഇപ്പോൾ ഫ്രാൻസ് പരാഗ്വേ മത്സരത്തിന് ഇടയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഫ്രാൻസ് ടീം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് കാര്യമായി തന്നെ ഫസ്റ്റ് ഹാഫിൽ കാര്യമായ കാർഡുകൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു ഫൗളിന് കിലിയൻ എംബാപ്പയ്ക്ക് എതിരെ തുടർച്ചയായി തന്നെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായി. പക്ഷെ അത് അവിടെയൊന്നും റഫറി കാർഡുകൾ ഉപയോഗിച്ചില്ല എന്ന വിമർശനം ഒരു ഭാഗത്ത് ഫ്രാൻസിന്റെ ഭാഗത്തുണ്ട്. ഫിഫ ഇടപെടലിന്റെ കാര്യത്തിൽ തന്നെ നമുക്കറിയാം, ഈ ലോകകപ്പിന് മുൻപാണ് വിവാദം തുടങ്ങുന്നത്. അന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സസ്പെൻഷൻ, ഒരു റെഡ് കാർഡിന്റെ ഭാഗമായുള്ള സസ്പെൻഷൻ ഇളവ് നൽകിയത് കൊണ്ട് മാത്രമാണ് ഇത്തവണ ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചത്. അമേരിക്കൻ താരം ഫോളാരിന് വേണ്ടി ട്രംപ് ഇടപെട്ട വിവാദം നമ്മൾ കണ്ടു. ഇത്തരം പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ട്, വിമർശനങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഇത് കൃത്യമായി തന്നെ ഇത് നടപ്പാക്കുന്നില്ല എന്ന തരത്തിൽ അത് ഫിഫയ്ക്ക് ആകെ തന്നെ ഒരു നാണക്കേടായി മാറുന്നുണ്ടോ?
നമുക്ക് ഫുട്ബോൾ മോർ ദാൻ എ ഗെയിം എന്ന് പറയും. അത് കളിയേക്കാൾ ഉപരി അതൊരു വികാരമാണ്, അതൊരു കൾച്ചറാണ്. ഇതൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഇൻവോൾവ്മെന്റ് വരുന്നത്. നമ്മള് മറുവശത്ത് ചിന്തിക്കേണ്ട ഈ ഇതേ ഈജിപ്ത് ഇറാനുമായിട്ട് അവസാന നിമിഷം ഒരു ഓഫ് സൈഡ് ഗോളിന്റെ പിൻബലത്തിലാണ്, അല്ലെങ്കിൽ അത് ഗോള് എന്ന് വിധിച്ചിരുന്നെങ്കിൽ അന്ന് ഇതുപോലൊരു വിവാദം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈജിപ്തും ഇറാനും ആയതുകൊണ്ട് മാത്രം ഇത്രത്തോളം വിവാദമായില്ല. ചിലര് രാഷ്ട്രീയപരമായ മുതലെടുപ്പിന് വേണ്ടി, അല്ലെങ്കിൽ US നടക്കുന്ന വേൾഡ് കപ്പിനെ അതിന്റെ പകിട്ടിനെ കുറച്ച് കാണിക്കാൻ ചിലർ മനഃപൂർവ്വം തന്നെ ഇതില് ഇല്ലാത്ത പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കുന്നു എന്നൊരു രാഷ്ട്രീയപരമായ അഭിപ്രായം എനിക്കുണ്ട്. കാരണം നമുക്കറിയാം ഫുട്ബോളില് നമുക്ക് ഒരു വളരെ ഫിസിക്കൽ എലമെന്റ്, ഏറ്റവും കൂടുതൽ അഗ്രസീവായ ഒരു ഗെയിമാണ്, വളരെ ഫാസ്റ്റായ ഗെയിമാണ്. ആ ഒരു ഇതില് പലപ്പോഴും മാനുഷികമായ വികാരങ്ങൾ ഉൾക്കൊണ്ടിട്ട് ഫൗളുകൾ ഉണ്ടാവും, തെറ്റുകൾ ഉണ്ടാവും, ശരികൾ ഉണ്ടാവും. പരസ്പരം നമുക്കെന്നറിയാം, പരസ്പരം തല്ലുന്ന കളിക്കാർ കെട്ടിപ്പിടിച്ചുകൊണ്ട് കളിയെ അവസാനിപ്പിക്കുന്നുണ്ടാവും. കളി കഴിഞ്ഞതിന് ശേഷം പരസ്പരം തല്ലുന്ന, ഇതൊക്കെ ഫുട്ബോളിന്റെ ഭാഗമാണ്. പക്ഷേ അമേരിക്കയിലെ വേൾഡ് കപ്പ് വന്നപ്പോഴത്തേക്ക് അതിനെ കൂടുതൽ വിവാദമാക്കാൻ ഒരുപറ്റം ആൾക്കാർ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത്, അന്ന് ഇറാൻ ഈജിപ്ത് മത്സരത്തിന് പകരം ഈജിപ്തിനെതിരെ കളിച്ചത് ഒരു പാശ്ചാത്യ രാജ്യമോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യമോ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിലും അപ്പുറം ഈ ഫിഫ വേൾഡ് കപ്പിന് ഒരു അപഖ്യാതി ഉണ്ടാക്കിയത്. പക്ഷെ ഫിഫയും ഫുട്ബോളും നിൽക്കുന്നത് തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണ്, രാഷ്ട്രങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയാണ്, സന്തോഷത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ താൽക്കാലികമായ ഒരു പ്രതിഭാസമാണ്. അത് കഴിഞ്ഞാൽ അതങ്ങ് എല്ലാവരും മറക്കും. തീർച്ചയായും എബിൻ റോസ് തുടരുക. ഇപ്പോൾ ഫുട്ബോൾ ആരാധകൻ കൂടിയായ മുൻമന്ത്രി എം പി രാജേഷ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എം പി രാജേഷ്, താങ്കളുടെ ഒരു പോസ്റ്റിൽ വലിയ വിമർശനങ്ങൾ ഫിഫയ്ക്കെതിരെ ഉണ്ടായിരുന്നു. ഈ മത്സരത്തെ സംബന്ധിച്ച് ലോകമെങ്ങും ചർച്ചയാകുന്ന ചില വിമർശനങ്ങളൊക്കെ കണ്ടു. പക്ഷേ ഇപ്പോൾ ആ പോസ്റ്റ് കാണുന്നില്ല. അത് പിൻവലിക്കാനുള്ള ഒരു സാഹചര്യം എന്താണ്? പിൻവലിച്ചിട്ടില്ല, അതിപ്പോ വീണ്ടും പോസ്റ്റ് ചെയ്യും. അതിൽ വസ്തുതാപരമായിട്ടുള്ള ചില പിഴവുകൾ ഉണ്ടായിരുന്നു, അത് തിരുത്തി ഇപ്പൊ പോസ്റ്റ് ചെയ്യും വീണ്ടും. ഫിഫയ്ക്ക് എതിരായിട്ടുള്ള വിമർശനവും അതിൻ്റെ ഉൾപ്പെട്ട ലോകകപ്പിന്റെ രാഷ്ട്രീയവും അത് പറഞ്ഞതിലൊന്നും മാറ്റമില്ല. ഇപ്പൊ ഇവിടെ നേരത്തെ സംസാരിച്ചത് ആരാണെന്ന് എനിക്ക് വ്യക്തമായില്ല. എബിൻ റോസ് ആണ്, മുൻ താരം പരിശീലകനായ എബിൻ റോസ് ആണ്. അതെ, അദ്ദേഹത്തോടുള്ള ബഹുമാനത്തോടു കൂടി തന്നെ പറയട്ടെ, അമേരിക്കയിലെ ലോകകപ്പിന്റെ പകിട്ട് കുറയ്ക്കാൻ ചിലര് രാഷ്ട്രീയമായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ശ്രീ എബിൻ റോസ് ഒന്ന് ആലോചിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാവും, അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചതിൽ ആർക്കാണ് ഉത്തരവാദിത്വം അമേരിക്കയ്ക്കും അതുപോലെ ഫിഫയ്ക്കുമാണ്, ട്രംപിനും ഫിഫ പ്രസിഡന്റിനുമാണ്. നോക്കൂ, ഈ ലോകകപ്പിന്റെ തുടക്കം മുതൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ ലോകകപ്പിന്റെ വിശ്വാസ്യതയ്ക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ സോക്കോൾഡ് പകിട്ടിന് മങ്ങലേൽപ്പിക്കുന്നതാണ്. ഇപ്പോ ഇറാനോട് തന്നെ അമേരിക്ക സ്വീകരിച്ച സമീപനം എന്താണ്? ഇത്രമാത്രം ഒരു വിവേചനം അല്ലെങ്കിൽ ഒരു അന്യായം നേരിട്ടൊരു ടീം ഈ ലോകകപ്പിലുണ്ടോ? അവർക്ക് മെക്സിക്കോയിൽ താമസിച്ച് അമേരിക്കയിൽ വന്ന് കളിച്ച് ആ ദിവസം തന്നെ എല്ലാം കെട്ടിപ്പുറക്കി തിരിച്ചു പോകണം. ആയിരക്കണക്കിന് കിലോമീറ്റർ ഓരോ ദിവസവും കളിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായി. ആ സമ്മർദ്ദത്തിലാണ് അവർ കളിച്ചത് എന്നോർക്കണം. ചില രാജ്യങ്ങളോട്, ചില ടീമുകളോട് അവരെടുത്ത സമീപനം, ലോകകപ്പിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഹോസ്റ്റ് നേഷൻ അതിൽ പങ്കെടുക്കുന്ന മറ്റൊരു രാജ്യത്തിന് നേരെ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറെ ടീമുകളോട് കാണിച്ച വിവേചനമുണ്ട്. അതുപോലെ കളിക്കാരോടും ഒഫീഷ്യലുകളോടും കാണിച്ചിട്ടുള്ള വിവേചനമുണ്ട്. റഫറിമാരോട് കാണിച്ചിട്ടുള്ള വിവേചനം. ഇപ്പൊ സൊമാലിയൻ റഫറി യൂറോപ്യൻ നേഷൻസ് ലീഗ് ഒക്കെ നിയന്ത്രിച്ച ഫിഫയുടെ പട്ടികയിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു റഫറിയെ വാലിഡ് വിസ ഉണ്ടായിട്ടും തിരിച്ചയച്ചത് അമേരിക്കയാണ്. എല്ലാം കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ബലഗോണിന്റെ ചോപ്പ് കാർഡ് റദ്ദാക്കാൻ ഫിഫയെ പ്രസിഡന്റിനെ വിളിച്ച് ആവശ്യപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ അപ്പീൽ അനുവദിക്കാൻ ചില MLA വിളിച്ച് ശുപാർശ ചെയ്യുന്നത് പോലെ ഒരു രാഷ്ട്രത്തിന്റെ പ്രസിഡന്റിനെ സംബന്ധിച്ച് ഇടപെടേണ്ട ഒരു വിഷയമാണോ അത് ഫിഫ നിയമം ലംഘിച്ചുകൊണ്ട്. പക്ഷേ എം പി രാജേഷ്, ഒരു കാര്യം, ഈ പുറത്തുള്ള ശരിയല്ലല്ലോ, നിങ്ങൾ വിളിക്കുമ്പോൾ ഞാനൊന്ന് പറയാൻ അനുവദിക്കൂ. ഞാൻ പറഞ്ഞത്, ആ കാർഡ് പിൻവലിച്ച് കൊടുത്തത് ഫിഫയുടെ നിയമത്തിനെതിരാണ്. ഇതിൽ വിമർശനം ഉന്നയിച്ചത് യുവേഫയാണ്. യുവേഫ രാഷ്ട്രീയം കൊണ്ടാവില്ലല്ലോ അത് ഉന്നയിച്ചത്. ബെൽജിയം ഫുട്ബോൾ ഫെഡറേഷൻ കളി ജയിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഈ ഫലം നിങ്ങൾ റദ്ദാക്കുമോ എന്നാണ് പരിഹാസത്തോടെ ചോദിച്ചത്. അതൊക്കെ ബഹുമാന്യനായ ശ്രീ എബിൻ റോസ് മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ അമേരിക്കയുടെ ലോകകപ്പിന് പകിട്ട് കുറയുകയോ വിശ്വാസ്യത ഇല്ലാതാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അമേരിക്ക മാത്രമാണ്. തീർച്ചയായും ആ കാര്യത്തിലൊന്നും താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യത്തിലും ആ വിയോജിപ്പില്ല. പക്ഷേ കളിക്കളത്തിൽ അത് നടക്കുന്നുണ്ട് എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം. അതായത് കളിക്കളത്തിൽ റഫറി നിന്നുകൊണ്ട് അർജന്റീനയെ വിജയിപ്പിക്കാൻ ഉള്ള തരത്തിലേക്കുള്ള ആ തരത്തിലുള്ള ഒരു ചർച്ചകളാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന ഈ മത്സരത്തെ തുടർന്നുള്ള വ്യാപകമായ ചർച്ച. ആ രീതിയിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ?
കേൾക്കൂ, ഞാൻ എന്റെ പോസ്റ്റിൽ തന്നെ പറഞ്ഞത് ഒരുപക്ഷെ ഇതില്ലെങ്കിലും അർജന്റീന ജയിക്കുമായിരുന്നു എന്നാണ്. കാരണം അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവാണ് അവസാനത്തെ 15 മിനിറ്റിൽ അർജന്റീന നടത്തിയത്. ആ 3 ഗോളും ഗംഭീരമായിട്ടുള്ള ഗോളുകളായിരുന്നു. തകർപ്പൻ ഗോളായിരുന്നു മെസ്സിയുടേത്, ഒരു സംശയമില്ല. അപ്പൊ ഒരുപക്ഷെ ഇതൊന്നുമില്ലെങ്കിലും അർജന്റീനയ്ക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ഈ വാറിന്റെ ഇടപെടലെല്ലാം വഴി ഒരു അനാവശ്യമായ വിവാദത്തിലേക്ക് ഇത് എത്തിച്ചതും ഒരുപക്ഷെ അർജന്റീനയ്ക്ക് കിട്ടേണ്ട ഒരു മനോഹരമായിട്ടുള്ള വിജയത്തെ ഇല്ലാതാക്കിയതിലും ഈ വാറിനൊരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഞാനൊരു ബോധപൂർവമായ ഇടപെടൽ എന്നതിനേക്കാൾ ഇപ്പോൾ അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ വാറിലൂടെ ഒരു തരം ബോറൻ സാങ്കേതികത്വം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ്. ഇപ്പൊ ക്രിക്കറ്റ് ഒരു ഫാസ്റ്റ് ഗെയിം അല്ല, ഇതുപോലുള്ള ഒരു ചടുലമായിട്ടുള്ള ഗെയിമല്ല ക്രിക്കറ്റ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ചടുലമായ ഒരു ഗെയിമാണ്. അതിനെ ഈ അമേരിക്കയിലെ ലോകകപ്പ് നശിപ്പിച്ചത് 2 കാരണങ്ങൾ കൊണ്ടാണെന്ന് ഞാൻ പറയും. ഒന്ന്, ഈ വാറിലൂടെ അതിസാങ്കേതികത്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. രണ്ടാമത്തേത് ഹൈഡ്രേഷൻ ബ്രേക്ക് പോലെ 2 പകുതിയുള്ളത് ഇപ്പോൾ ഏതാണ്ട് 4 പകുതിയാക്കി മാറ്റി, 4 ക്വാർട്ടറാക്കിയിട്ട് മാറ്റിയല്ലോ 1.5 മണിക്കൂറിന്റെ നിശ്ചിത സമയത്തെ കളിയെ. അപ്പോൾ ഇതെല്ലാം ഫുട്ബോളിന്റെ സ്വാഭാവികതയെ, അതിന്റെ ഒഴുക്കിനെ, നൈസർഗികതയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ നോക്കൂ, ക്രൊയേഷ്യയുടെ ഗോൾ നിരസിച്ചത് എങ്ങനെയാണ്? ഒരു മുടിനാരിയിൽ തട്ടിയാണ്. ബോളിൽ ഒരു ചിപ്പ് വെച്ചിട്ടുണ്ട്. ആ ചിപ്പുള്ളത് കൊണ്ട്, ചിപ്പില്ലാതെ 160 കൊല്ലം ഫുട്ബോൾ കളിച്ചിട്ടുണ്ടല്ലോ. ഈ ചിപ്പ് വെച്ചതിന്റെ ഫലമായിട്ട് തലനാരിഴ കീറി പരിശോധിച്ചിട്ട് ക്രൊയേഷ്യൻ കളിക്കാരന്റെ തല മുടിനാരിൽ തട്ടി എന്ന് പറഞ്ഞൊരു ഗോൾ നിഷേധിക്കുകയാണ്. അതൊക്കെ എങ്ങനെയാണ് ഈ കളിയെ നശിപ്പിക്കുന്നത്? അപ്പൊ കളിയെ സാങ്കേതികവിദ്യ ആവാം, അത് കളിയെ മെച്ചപ്പെടുത്താൻ മാത്രമേ ആകാവൂ. അതിനു പകരം സാങ്കേതികത്വം അടിച്ചേൽപ്പിച്ചുകൊണ്ട് കളിയെ അങ്ങേയറ്റം യാന്ത്രികവും വിരസവുമാക്കി മാറ്റാനാവരുത്. അപ്പോൾ വാറിന്റെ ഇടപെടലാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഈ വാർ പരിശോധന ഏത് തരത്തിൽ വേണം എന്ന് നമുക്ക് ഒരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടായി. ഈ ഫൗൾ, എല്ലാ ഫൗളും റിവ്യൂവിന് പരിധി നിശ്ചയിക്കണം. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ എം പി രാജേഷ് പ്രതികരിച്ചതിന്. എം പി രാജേഷ് പറഞ്ഞ പോലെ നേരത്തെ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റിൽ ചില പിഴവുകളുണ്ട്. ആ പിഴവുകൾ തിരുത്തിക്കൊണ്ട് ആ പോസ്റ്റ് വീണ്ടും ഇടും എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക ഏത് തരത്തിലാണ് ഈ ലോകകപ്പിൽ ഇടപെട്ടത് എന്നത് പല കാര്യങ്ങൾ അത് നേരത്തെ നമ്മൾ വാർത്തകളായി തന്നെ കൊടുത്തതാണ്. അത് സൊമാലിയൻ റഫറിയുടെ വിഷയമായാലും ഇറാനെതിരായ വിഷയമായാലും ഇറാനെ മെക്സിക്കോയിലേക്ക് താമസിക്കേണ്ട വിഷയമായാലും അത്തരത്തിൽ തുടർന്ന് ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ നടന്ന ഒരു ലോകകപ്പ് കൂടിയാണ്. നമ്മോടൊപ്പം എബിൻ റോസ് ഒരിക്കൽ കൂടി ചേരുകയാണ്. എബിൻ റോസ്, ഇപ്പോൾ താങ്കളോട് സൂചിപ്പിച്ചത് താങ്കളുടെ ഈ ഒരു വാക്ക് മാത്രം പറഞ്ഞാണ് അദ്ദേഹം അതിനൊരു മറുപടി പോലെ പറഞ്ഞത്. ആ വിഷയങ്ങളിലൊന്നും താങ്കൾക്കും വലിയ വിയോജിപ്പുണ്ടാകും എന്ന് കരുതുന്നില്ല. എന്താണ് താങ്കളുടെ മറുപടി? എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. രാജേഷ് സാറിനെ എനിക്ക് നന്നായിട്ട് അറിയാം, സാറിന് എന്നെ അറിയാം നേരത്തെ. അപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായ അഭിപ്രായമാണ്. നമുക്ക് 2 കാഴ്ചപ്പാടുണ്ടാവും. അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് വളരെയധികം അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ടെക്നോളജി നമുക്ക് ഈ വേൾഡ് കപ്പിലല്ല യൂസ് ചെയ്ത് തുടങ്ങിയത്. ഈ വേൾഡ് കപ്പിന് മുമ്പ് ഞാൻ ചോദിച്ചത് ടെക്നോളജിയുടെ വിഷയമല്ല, അർട്ടാന്റെ വിഷയം. അതോടൊപ്പം ടീമിനെ അമേരിക്കയിൽ താമസിപ്പിക്കരുത്, മെക്സിക്കോയിൽ പോയി തിരിച്ചു വരണം തുടങ്ങിയ കാര്യങ്ങളിലാണ്. ഞാൻ അതിലേക്ക് വരാം. കാരണം ആദ്യം ഇതൊന്ന് ക്ലിയർ ആണ്. കാരണം ഇത് ഫുട്ബോളിന്റെ ടെക്നിക്കൽ വശമാണ്. കാരണം ടെക്നോളജി നമുക്ക് ഈ പറയുന്ന യൂസ് ചെയ്ത് തുടങ്ങിയത് വേൾഡ് കപ്പിന്റെ ഇതിലല്ല. കാരണം വേൾഡ് കപ്പിന് മുമ്പേ നമ്മുടെ പ്രാദേശികമായ കേരള പ്രീമിയർ ലീഗിൽ അടക്കം ഈ ഹൈഡ്രേഷൻ ടൈം നൽകിക്കൊണ്ട് പരീക്ഷണമൊക്കെ നടത്തിയത് ലോകം മൊത്തം ഉള്ള ലീഗുകളിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ് ആക്കിയതിനു ശേഷം അതിന്റെ പോരായ്മകളെയും നല്ല വശങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ട് നല്ല വശങ്ങൾ മാത്രം കൂടുതൽ വരുന്നത് കൊണ്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇത് വേൾഡ് കപ്പിൽ മാത്രം വച്ചൊരു സിസ്റ്റം അല്ല. രണ്ടാമത്തത്, നമ്മൾ നേരത്തെ ചോദിച്ചാൽ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ എനിക്ക് തരാനുണ്ട്. അതായത് ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കളിക്കാരുടെയും എല്ലാ രാജ്യത്തിലെ കളിക്കാരുടെയും ഒഫീഷ്യൽസിന്റെ അടക്കമുള്ള ആൾക്കാരുടെ കാര്യം സ്കാൻ ചെയ്ത് ചെപ്പിലാക്കി നമ്മൾ പറഞ്ഞില്ലേ, ഈ ബോളിലെ കോണ്ടാക്ട് കിട്ടുമ്പോൾ കൃത്യമായിട്ട്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, സല ഫൗൾ ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു ഡൗട്ട് അവിടെ ഉണ്ടായത്. ഇത് കൃത്യമായിട്ട് ഇൻഫർമേഷൻ നമ്മുടെ റഫറിക്ക് കൃത്യമായിട്ട് കിട്ടും. ബോളിലെ ലാസ്റ്റ് ടച്ച് ആരാണ്, ബോളിൽ ആരാണ് കോണ്ടാക്ട് ചെയ്തത്, ബോഡി ടച്ച് ആരാണ് ഉണ്ടായത്. ഇതൊക്കെ വളരെ സയന്റിഫിക് ആയിട്ട് സിസ്റ്റമാറ്റിക്കലി ചെയ്ത് ചിപ്പില് ആലേഖനം ചെയ്യുന്നത്. രണ്ടാമത്തെ, നേരത്തെ പറഞ്ഞ പോലെ ഇറാൻ ടീമിനോട് അനീതി കാണിച്ചു എന്ന് തീർച്ചയായിട്ടും ഒരു ടീമിനെ ഒരിക്കലും അന്ന് കളി ഇതിനു മുമ്പ് എത്തുക, കളി കഴിഞ്ഞുകൊണ്ടേ പോവുക. പക്ഷെ ശാസ്ത്രം ഇന്നും ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ യാത്രയെ ഓവർകം ചെയ്യാനുള്ള പരിശീലനവും മറ്റുള്ള കാര്യങ്ങൾ ടീം ചെയ്തിട്ടുണ്ടാവും. അത് ടീമിന് അറിയാം എനിക്കിങ്ങനെയാണ് സാഹചര്യം ഉള്ളത്. കാര്യം പ്രത്യേകിച്ചും യുദ്ധമൊക്കെ നടക്കുന്ന സമയമാണ്. ചിലപ്പം നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അമേരിക്ക അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തെങ്കിലോ. അത് കൂടാതെ രണ്ടാമത്തത്, ഈ പ്ലേയേഴ്സ് ആദ്യത്തെ മത്സരം കഴിഞ്ഞതിന് ശേഷം അവരുടെ ചെവിലും സോഷ്യൽ മീഡിയയിലും USA ആതിഥ്യ മര്യാദയും അവരെ സംരക്ഷിച്ചതിനെ കുറിച്ച് നല്ല രീതിയിൽ വളരെ മനോഹരമായ നന്ദി പറഞ്ഞുകൊണ്ടുള്ള ആലേഖനം ഉണ്ടായിരുന്നു. കളി തോക്കുമ്പോൾ ഒരു പരാതിയും, കളി ജയിക്കും, അത് സ്വാഭാവികമാണ്. കാരണം ഫുട്ബോൾ എന്ന് പറയാൻ അത്രത്തോളം ഇൻവോൾവ് ആണ്. അപ്പൊ നമ്മൾ ജയിക്കുമ്പോൾ ഒന്നും
തോൽക്കുമ്പോ ഒന്നും അല്ല പറയേണ്ടത്. അത് തന്നെ ഒരു പൊളിറ്റിക്സ് ആണ്. വളരെ നന്ദി ശ്രീ എബിൻ റോസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.